Hi, ഇന്നത്തെ നമ്മുടെ topic എന്താണ് clipping. So what is clipping? When we have to display a large portion of the picture, then not only scaling and translation is necessary, the visible part of the picture is also identified. This process is not easy. Certain parts of the image are inside while others are partially or inside. The lines or elements uh, which are partially visible will be omitted. So നമുക്കിപ്പോൾ ഒരു പിക്ചറിന്റെ ലാർജ് പോർഷൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്കെയിലിങ്ങും ട്രാൻസ്ലേഷനും നെസസറിയാണ്. അതിന്റെ കൂടെ വിസിബിൾ പാർട്ട് പിക്ചറും ഐഡന്റിഫൈയും ചെയ്യണം. സോ ഇതെല്ലാം കൂടിയിട്ട് ഈ പ്രോസസ്സ് ഈസി അല്ല. അതുകൊണ്ട് ചില പാർട്സ് ഓഫ് ദി ഇമേജ് ഉള്ളിലായിരിക്കും, ചിലതെല്ലാം കുറച്ച് പുറത്തായിട്ടുമായിരിക്കും, കുറച്ച് ഉള്ളിലുമായിട്ടായിരിക്കും. ദ ലൈൻസ് ഓഫ് എലമെന്റ്സ് പുറത്തുള്ളത് എന്ന് വെച്ചാൽ പാർഷ്യലി വിസിബിൾ ആയതെല്ലാം ഒമിറ്റ് ആയിരിക്കണം. ഏതൊക്കെ അപ്പോൾ ഫോർ ഡിസൈഡിങ് ദ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ പോർഷൻ a particular process called clipping is used. So ഏതൊക്കെ പോർഷൻ വിസിബിൾ ആയിരിക്കണം, ഏതൊക്കെ പോർഷൻ ഇൻവിസിബിൾ ആയിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിപ്പിംഗ് ഉപയോഗിക്കുന്നത്. ക്ലിപ്പിംഗ് ഡിറ്റർമൈൻസ് ഈച്ച് എലിമെന്റ് ഇൻ ടു ദ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ പോർഷൻ. ഈ ക്ലിപ്പിംഗ് ഏതൊക്കെ എലിമെന്റ് അല്ലെ ഓരോ എലിമെന്റ് വിസിബിൾ ആണോ ഇൻവിസിബിൾ ആണോ എന്ന് അത് തീരുമാനിക്കും. വിസിബിൾ പോർഷൻ ഇസ് സെലക്റ്റഡ്. അപ്പോൾ വിസിബിൾ പോർഷൻ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും, ഇൻവിസിബിൾ പോർഷൻ അത് ഡിസ്പ്ലേ ചെയ്യില്ല, കളയും, ഡിസ്കാർഡഡ്. ഇനി ടൈപ്സ് ഓഫ് ലൈൻസ്, മൂന്ന് ടൈപ്പ് ലൈൻസ് ഉണ്ട്. ഫസ്റ്റ് വിസിബിൾ ലൈൻ. എ ലൈൻ ഓർ ലൈൻസ് എൻറ്റയർലി ഇൻസൈഡ് ദ വിൻഡോ ഇസ് കൺസിഡേർഡ് വിസിബിൾ. സോ ഒരു വിൻഡോയിലുള്ള ലൈന് അല്ലെങ്കിൽ ലൈൻസിന് പറയുന്നത് വിസിബിൾ ലൈൻസ് എന്നാണ്. അതിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഇൻവിസിബിൾ ലൈൻസ്. ഇൻവിസിബിൾ ലൈൻ എന്ന് ഒരു വിൻഡോന്റെ ഫുള്ളി ഔട്ട്സൈഡ് ആയിട്ടുള്ള ലൈനാണ് നമ്മൾ ഇൻവിസിബിൾ ലൈൻസ് എന്ന് പറയുന്നത്. ഇനി ക്ലിപ്പ്. A line partially inside the window and partially outside is called clipped. എന്നുവെച്ചാൽ ഒരു ലൈന് ഒരു വിൻഡോന്റെ പകുതി ആയിരിക്കും, പകുതിയില്ല, ചിലപ്പോ ഒരു മുക്കാൽ ഭാഗം ഉള്ളിലും ബാക്കി ഭാഗം പുറത്തുമായിരിക്കും. അതിനെ നമ്മൾ ക്ലിപ്പ്ഡ് എന്ന് പറയുന്നത്. ഫോർ ക്ലിപ്പിംഗ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ആ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ആ ലൈന് ഉള്ളിൽ പാർഷ്യലി ഇൻസൈഡ് ആവുന്ന ആ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് ക്ലിപ്പിംഗ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയാം. അതൊക്കെ നമ്മൾ ക്ലിപ്പിംഗിലൂടെ കണ്ടുപിടിക്കുന്നു. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. കേസ് 1 മൂന്ന് ലൈൻസ് ഉണ്ട്. ആ മൂന്ന് ലൈൻസ് ഈ ബ്ലൂ റെക്ടാങ്കിൾ ആണ് അതിന്റെ വിൻഡോ. അതിനാണ് നമ്മൾ വിൻഡോ എന്ന് പറയുന്നത്. സോ ആ മൂന്ന് ലൈൻസും വിസിബിൾ ആണ്, പാർഷ്യലി ഔട്ട്സൈഡും അല്ല, ഫുള്ളി ഔട്ട്സൈഡ് ഒന്നും അല്ല, വിൻഡോന്റെ ഉള്ളിലാണ്. അതിനെ നമ്മൾ വിസിബിൾ ലൈൻസ് എന്ന് പറയുന്നത്. കേസ് 2 ഇൻവിസിബിൾ ലൈൻസ്. ഇൻവിസിബിൾ ലൈൻസ് എന്ന് പറഞ്ഞാൽ വിൻഡോന്റെ ആയിട്ട് ഒരു ബന്ധമില്ല, ആ വിൻഡോന്റെ പുറത്താണ്. ആ 1 2 3 4 ലൈനും വിൻഡോന്റെ പുറത്താണ്, വിൻഡോ ആയിട്ട് ഒരു ബന്ധമില്ല. അതിനാണ് നമ്മൾ ഇൻവിസിബിൾ ലൈൻസ്. അവരെ ഡിസ്പ്ലേ തീരെ കാണിക്കില്ല. ഇനി കേസ് 3 ബി ഡാഷ് ലൈന് പാർഷ്യലി ഔട്ട്സൈഡും ആണ്, പാർഷ്യലി ഇൻസൈഡും ആണ്. അതുപോലെ തന്നെ എ ഡാഷും പാർഷ്യലി ഇൻസൈഡും പാർഷ്യലി ഔട്ട്സൈഡ്. ഈ ലൈൻസിനാണ് നമ്മൾ ക്ലിപ്പ്ഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബി ഡാഷ് ടു P1 എന്ന് പറയുന്നത് ക്ലിപ്പ് ചെയ്യും നമ്മൾ, എന്ന് വെച്ചാൽ ആ ഒരു പോർഷൻ ഔട്ട്സൈഡ് ആയതുകൊണ്ട് അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. അതിനാണ് നമ്മൾ ക്ലിപ്പ്ഡ് ലൈൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ P2 ടു എ ഡാഷ് ലൈന്, P2 എന്ന് പറയുന്നത് അവിടുത്തെ ക്ലിപ്പ്ഡ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. സോ P2 ടു എ ഡാഷ് എന്ന ലൈൻ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ലൈനായിരിക്കും നമ്മൾ വിസിബിളായി കാണിക്കുന്നത്. കേസ് 4 എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. മൂന്ന് ലൈൻസിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ട് എ ബി ലൈൻ എന്ന് പറയുന്നത് ക്ലിപ്പ്ഡ് കേസാണ്, പാർഷ്യലി ഔട്ട്സൈഡ് ആണ്. ഇതാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അതുപോലെ C2D എന്ന് പറയുന്നത് ലൈന് ഫുള്ളി ഇൻസൈഡ് ആണ്, പുറത്തുമായിട്ട് ഒരു ബന്ധമില്ല, ജസ്റ്റ് ഫുള്ളി ഇൻസൈഡ്. അപ്പൊ അതിന് നമ്മൾ C2D എന്ന് പറയുന്ന ലൈന് വിസിബിൾ ആണ്. E2F എന്ന് പറയുന്നത് ഫുള്ളി പുറത്താണ്, അതുകൊണ്ട് അത് ഇൻവിസിബിൾ ലൈൻ. ഇനി അടുത്തത് ആപ്ലിക്കേഷൻസ് ഓഫ് ക്ലിപ്പിംഗ്. സോ ക്ലിപ്പിംഗിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് വിൽ എക്സ്ട്രാക്ട് പാർട്ട് വി ഡിസയർ. ഓക്കെ, നമുക്ക് വേണ്ടുന്ന പാർട്ട് അത് എക്സ്ട്രാക്ട് ചെയ്യും. പിന്നെ ഫോർ ഐഡന്റിഫൈങ് ദ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ഏരിയ ഇൻ ദ 3D ഒബ്ജക്റ്റ്. 3D ഒബ്ജക്റ്റിലുള്ള ഒരു വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ഏരിയ അത് ഐഡന്റിഫൈ ചെയ്യും. പിന്നെ ക്രിയേറ്റിംഗ് objects using solid modeling for drawing operations related to the pointing of an object pointing വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം ക്ലിപ്പിംഗിലൂടെ ചെയ്യാൻ പറ്റും. ഫോർ ഡിലീറ്റിംഗ്, കോപ്പിയിങ്, മൂവിങ് പാർട്ട് ഓഫ് എൻ ഒബ്ജക്ട്, അതൊക്കെ ക്ലിപ്പിങ്ങിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി clipping can be applied to world coordinates. The contents inside the window will be mapped to the device coordinates.
Another alternative is a complete world coordinates picture is assigned to device coordinates and then clipping viewport boundaries is done. Any types of clipping? നമുക്ക് types of clipping ഏതൊക്കെയാണെന്ന് നോക്കാം. Point clipping, line clipping, area clipping അല്ലെങ്കിൽ അതിന് polygon clipping എന്ന് പറയും. Curve clipping, text clipping, exterior clipping. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് line clipping എന്താണ്. So in computer graphics, line clipping is the process of removing lines or portions of lines outside an area of interest. Typically, any line or part thereof which is outside the viewing area is read. Viewing area ഇതിൽ പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിൻഡോനെ പറ്റിയാണ്. ഇതിലുള്ള ഈ ലൈൻസിന്റെ ഈ ഒരു ലൈൻസിന് നമ്മൾ വ്യൂയിങ് പോയിന്റ് എന്ന് പറയാം. ഈ ഗ്രീൻ റെക്ടാങ്കിൾ, ഓക്കെ, ഇത് വിൻഡോ ആണ്, അതുപോലെ തന്നെ വ്യൂയിങ് പോയിന്റ് ആണ്. ആ വ്യൂയിങ് പോയിന്റ് ഉള്ളിലത്തെ ഈ ലൈൻസിനാണ് നമ്മൾ വിസിബിൾ ലൈൻസ് എന്ന് പറയാം. ഇത് ക്ലിപ്ഡ് ലൈൻസ് ആണ്. സോ ഈ ലൈൻ നോക്കിയാൽ ഇതിന്റെ ഈ ബ്ലൂ മാർക്ക് ചെയ്ത ലൈൻസ് ഒക്കെ പാർഷ്യലി ഇൻസൈഡ് ആണ്, പാർഷ്യലി ഔട്ട്സൈഡ് ആണ്. സോ പാർഷ്യലി ഔട്ട്സൈഡിലെ ലൈൻ എല്ലാം നമ്മൾ ക്ലിപ്പ് ചെയ്ത് കളയും. അതുപോലെ തന്നെ ഇത് രണ്ടും ഇൻവിസിബിൾ ലൈനാണ്. ഈ മൂന്നാമത്തെ ഈ ലൈന് പകുതി ചില ഭാഗം പുറത്തായിരിക്കും, അത് നമ്മൾ ക്ലിപ്പ് ചെയ്യുന്നു. ഈ നീല കളർ ലൈന് ഉള്ളിലേക്കായിരിക്കും. ഓക്കെ, so there are two common algorithms for line clipping, Cohen-Sutherland and Liang-Barsky. രണ്ട് algorithm ആണ് പറ്റി നമ്മൾ പറയുന്നത്. So a line clipping method consists of various parts. ഒരു line clipping methodൽ കുറെ parts ഉണ്ട്. Okay, so first നമ്മൾ ആ തന്ന ലൈൻ സെഗ്മെന്റിന്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. സോ അത് ഉള്ളിലാണോ, ആ വ്യൂയിങ് പോയിന്റിന്റെ ഉള്ളിലാണോ അതോ പുറത്താണോ എന്ന് അറിയാൻ വേണ്ടിട്ട്. ഓക്കെ, സെക്കൻഡ്, പിന്നെ നമ്മൾ ഇന്റർസെക്ഷൻ കാൽക്കുലേഷൻസ് ക്യാരിഡ് ഔട്ട് വിത്ത് വൺ ഓർ മോർ ക്ലിപ്പിംഗ് പോയിന്റ്. പിന്നെ നമ്മൾ ആ ലൈനിന്റെ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കും, അഥവാ അത് ക്ലിപ്പഡ് ആണെങ്കിൽ. ഓക്കെ, പിന്നെ ഡിറ്റർമൈനിങ് വിച്ച് പോർഷൻ ഓഫ് ദി ലൈൻ ഇസ് ഇൻസൈഡ് ഓർ, പിന്നെ നമ്മൾ പോർഷൻ ഓഫ് ദി ലൈൻ, പിന്നെ നമ്മൾ ആ ലൈനിന്റെ ഏത് പോർഷൻ ഇൻസൈഡ് ആണ് ഔട്ട്സൈഡ് ആണെന്ന് എൻഡ് പോയിന്റ്സ് വെച്ച് അതിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, പ്രോസസ്സിംഗ് ഇതാണ് ബേസിക് ലൈൻ ക്ലിപ്പിംഗ്.